നമസ്തേ. ഇന്ത്യ പാക് യുദ്ധത്തിൽ ഏകപക്ഷീയമായ വിജയം നേടിയ നമ്മുടെ സേനയുടെ കർമ്മവീര്യത്തെയും നമ്മൾ തയ്യാറാക്കിയ നൂതന പ്രതിരോധ സംവിധാനങ്ങളെയും അതിന് നേതൃത്വം കൊടുത്ത ആളുകളെയും ഒക്കെ രാജ്യം മുക്തകണ്ഠം പ്രകീർത്തിക്കുന്ന സമയത്ത് ആരും അറിയാതെ നിശബ്ദ യുദ്ധം നടത്തിയ ഒരു കൂട്ടം വീരയോദ്ധാക്കളുടെ കഥയാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ ജനറൽ ആർ നിബോഡ്കാർക്ക് പറയാനുള്ളത്. അത് മറ്റാരെക്കുറിച്ചുമല്ല, നമ്മുടെ അതിർത്തിയിൽ സൈന്യത്തിന്റെ ബാരിക്കേഡുകൾക്ക് ചുറ്റും അലഞ്ഞു തിരിഞ്ഞു കഴിയുന്ന ഒരു കൂട്ടം തെരുവ് നായ്ക്കളെ പറ്റിയാണ്. അധികം ആൾതാമസമില്ലാത്ത അവിടെ ഈ നായ്ക്കൾ കഴിയുന്നത് ഓരോ റെജിമെന്റ് മെസ്സുകളിൽ നിന്ന് കളയുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ കഴിച്ചായിരുന്നു. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ആർക്കും ശല്യമില്ലാതെ കഴിഞ്ഞു പോന്ന അവർ പക്ഷേ ഒരു അത്യാസന്ന അവസ്ഥയിൽ നമ്മുടെ സേന എത്തിയപ്പോൾ സ്വന്തം നാടിന്റെ സുരക്ഷയ്ക്കായി അത്ഭുതകരമായി ഉണർന്നു പ്രവർത്തിച്ചു. പെഹൽഗാം പശ്ചാത്തലത്തിൽ ബോർഡറുകൾ ഒക്കെയും കൂടുതൽ സേനയെ വിന്യസിച്ച് സൈന്യം കടുത്ത നിരീക്ഷണത്തിലായിരുന്നു. POKയിൽ നിന്നും കൂടുതൽ ജെയ്ഷെ ഭീകരർ നുറഞ്ഞു കയറാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മുടെ പോസ്റ്റുകൾക്കൊക്കെയും വളരെ ജാഗ്രതയിൽ നിൽക്കുന്ന സമയമാണ്. തീവ്രവാദികൾ നുഴഞ്ഞു കയറാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെയും നിരീക്ഷണ ക്യാമറകളും അലാമിംഗ് സെൻസറുകളും ഒക്കെ പിടിപ്പിച്ച് സൈന്യം കാത്തിരിക്കുകയായിരുന്നു. ചെങ്കുത്തായ മലയിടുക്കുകളിൽ രാത്രിയുടെ മറവിൽ ആയിരുന്നു തീവ്ര ട്രെയിനിംഗ് ലഭിച്ച ഭീകരർ നുഴഞ്ഞു കയറിയിരുന്നത്. അവിടെയാണ് ഒരു ട്രെയിനിങ്ങും കിട്ടാത്ത നമ്മുടെ സ്വന്തം ദേശീയ വീരന്മാർ സൈന്യത്തിനൊപ്പം നിന്ന് കണ്ണുകൾ ചിമ്മാതെ പണിയെടുത്തത്. ഞങ്ങൾക്ക് ദിനവും ഭക്ഷണം തരുന്ന ഞങ്ങളുടെ സ്വന്തം യജമാനന്മാരൊക്കെയും ഒരു പ്രതിസന്ധി വന്നപ്പോൾ പതിവില്ലാത്ത വിധം കഷ്ടപ്പെടുന്നത് കണ്ട് അവർ കൈമെയ്യും മറന്നൊപ്പം കൂടി. പോസ്റ്റുകൾ തോറും സഞ്ചരിച്ച് എല്ലാ അതിർത്തി വേലികൾക്കിടയിൽ കൂടി മോടി നടന്നവർ സുരക്ഷാ ഭടന്മാരായി അതിർത്തി കാത്തു. അസാധാരണമായ ചെറിയ ചലനങ്ങൾക്ക് പോലും വലിയ ശബ്ദത്തിൽ കുരച്ചു സൈനികരുടെ ശ്രദ്ധ ആകർഷിച്ചു. ഇത്തരത്തിൽ സൈനിക സെൻസറിൽ പെടാതെ ഒളിഞ്ഞു കടന്ന 2 നുഴഞ്ഞുകയറ്റക്കാരെ പിടികൂടാൻ അവർ സഹായിക്കുകയും ചെയ്തു. ഇരുട്ടിന്റെ മറവിൽ അവർ ഒളിച്ചെത്തിയത് എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞ നായകൾ കൂട്ടത്തോടെ എത്തി ഇവർക്കെതിരെ കുരയ്ക്കുകയും ശബ്ദം കേട്ട് ഇരച്ചെത്തിയ സൈന്യം ഇവരെ പിടികൂടുകയുമായിരുന്നു. അവിടുത്തെ ഭൂപ്രകൃതിയിൽ ജനിച്ചു വളർന്ന മൃഗമായതുകൊണ്ട് മാത്രമാണ് ഇവയ്ക്ക് മറ്റു സ്നിഫർ ഡോഗുകളെക്കാൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എന്നാണ് ജനറൽ നിബോഡ്കാർ പറയുന്നത്. ഒരു പരിശീലനവും കിട്ടിയില്ലെങ്കിലും ഇലക്ട്രോണിക് സെൻസറുകളെയും തോൽപ്പിച്ച് രാജ്യത്തിന്റെ സുരക്ഷ കാത്ത നായ്ക്കുട്ടികൾ ഇപ്പോൾ അതിർത്തി സേനയുടെ അരുമക്കിടാങ്ങളായി മാറിയിരിക്കുകയാണ്. അവരെ വേണ്ട വിധത്തിൽ പരിചരിക്കാനും നല്ല ഭക്ഷണം നൽകുവാനും ഒക്കെ മേൽതലത്തിൽ നടപടിയും ആയിട്ടുണ്ട്. ഇങ്ങനെ ജമ്മു അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം തടയാൻ നിൽക്കുന്ന നമ്മുടെ സൈന്യത്തിനൊപ്പം അതുല്യമായ ഒരു സഖ്യകക്ഷിയാകാൻ നമ്മുടെ നായ്ക്കൾക്ക് പോലും കഴിഞ്ഞിരിക്കുന്നു എന്നത് രോമാഞ്ചമുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്. ചരിത്രത്താളുകളിൽ വാഴ്ത്തപ്പെടേണ്ട വീരന്മാരായി നിങ്ങളുടെ പേരും എഴുതി ചേർക്കട്ടെ.